കോട്ടയം പാലാ നഗരസഭയിൽ ഭരണം പിടിക്കാൻ നിർണായക നീക്കവുമായി LDFും UDFും CPM നേതാക്കൾ പുളിക്കകണ്ണം കൗൺസിലർമാരുമായി ചർച്ച നടത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ മൗനസമ്മതത്തോടെയാണ് നീക്കം. അതേസമയം പുളിക്കകണ്ണം കൗൺസിലർമാരുമായി ചർച്ച നടത്താൻ UDF 3-അംഗ സമിതിയെ നിയോഗിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ UDFന് അപ്പർ ഹാൻഡാണ്. ഇനി അതെങ്ങനെ പ്രാക്ടിക്കലാക്കി നടത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പാർട്ടിക്കകത്തു നിന്ന് തന്നെ 2-3 പേരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളുടെ ശ്രീ ജോസഫ് ആഴക്കൻ നേരത്തെ മുതലോടെ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രിയ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ആ ടീമിനോടൊപ്പം കൂടുകയാണ്. പാലായിൽ നിന്നുള്ള നമ്മളുടെ MLA മാണി സി കാപ്പൻ, ഇവർ 3 ആളുകളും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഏതായാലും പാലായിൽ പഴയതിനേക്കാൾ വ്യത്യാസം വരും. ടോബി ജോൺസൺ വാർത്തകൾ. ടോബി, ഒരു നഗരസഭാ ഭരണം പിടിക്കാൻ ഒരു കുടുംബ തീരുമാനത്തിന് വേണ്ടി മുന്നണികൾ കാത്തിരിക്കുന്ന സാഹചര്യം അടുത്ത കാല ഓർമ്മകളൊന്നുമില്ല. ടോബി, തീർച്ചയായിട്ടും പാലായുടെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇവരുടെ വിജയം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത്. പ്രത്യേകിച്ചും പാലാ നഗരസഭയിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭരണം വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില വിട്ടുവീഴ്ചകൾക്ക് കേരള കോൺഗ്രസ് എം തയ്യാറായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ബിനു പുളിക്കക്കണ്ടത്തിന് കഴിഞ്ഞ തവണ 1 വർഷം ചെയർമാൻ സ്ഥാനം നൽകുന്നതിന് കടുത്ത എതിർപ്പ് ജോസ് കെ മാണിയും കൂട്ടരും ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നാണ് അന്ന് അദ്ദേഹത്തിന് ആ ചെയർമാൻ സ്ഥാനം ലഭിക്കാതെ പിന്നീട് ജോസ് കെ മാണിയെ വിമർശിച്ച് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ CPM ആണ് മുൻകൈ എടുത്തിരിക്കുന്നത്. CPM ഇടപെട്ട് നഗരസഭാ ഭരണം പിടിക്കാൻ തയ്യാറായിരിക്കുന്നു. കേരള കോൺഗ്രസ് ഒരു മൗന അനുവാദം നൽകിയിരിക്കുകയാണ്. ഈ ചർച്ചകളിൽ നേരിട്ട് കേരള കോൺഗ്രസ് ഇടപെടുന്നില്ല. ജില്ലയിലെ മന്ത്രി അടക്കമുള്ളവർ ജില്ലാ നേതൃത്വം CPMന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 12 സീറ്റുകൾ LDFനുണ്ട്. ഈ പുളിക്കക്കണ്ടത്തെ 3 സീറ്റുകൾ വരികയാണെങ്കിൽ കൂടുതൽ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവർക്ക് പാലാ നഗരസഭയിൽ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ ഭരിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരുവഞ്ചൂരിന്റെ വാക്കുകളാണ് കേട്ടത്. ഒരു 3-അംഗ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഭരണം പിടിക്കുന്നതിന് വേണ്ടി. അവർ പറയുന്നത് ഈ 3 സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് തന്നെ ഒരു പിന്തുണയായിട്ട് ഒരു പിന്തുണ നൽകിയതാണ് പുളിക്കക്കണ്ടത്തിന്. അതുകൊണ്ട് തന്നെ പുളിക്കക്കണ്ടം UDFനൊപ്പം നിൽക്കുമെന്നാണ് മാണി സി കാപ്പൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഇരു വിഭാഗവും ചർച്ച നടത്തുകയാണ്. ഇന്നലെ രാത്രിയിൽ CPM നേതാക്കളുമായി ചർച്ച നടന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജോസഫ് ആഴക്കനെ പോലെയുള്ളവർ നേരിട്ട് അവിടെ ചെന്ന് ചില ചർച്ചകൾ നടത്തുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞിരിക്കുന്നത്. ജനസഭയിൽ ഉയർന്നു വന്ന ഒരു ആവശ്യം UDFനൊപ്പം നിൽക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു. പക്ഷേ എഴുതി നൽകിയ പേപ്പറുകളിൽ LDFനൊപ്പം കൂടി നിൽക്കണമെന്ന് പലരും എഴുതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ജനസഭയിൽ ഉയർന്നു വന്നത് എന്നാണ് ആലോചിക്കുകയാണ്. ബിനു പുളിക്കകണ്ഠം, ബിജു പുളിക്കകണ്ഠം, ദിയ ബിനു അല്ലെങ്കിൽ ദിയ പുളിക്കകണ്ഠം. അപ്പോൾ പുളിക്കകണ്ഠം ഫാമിലി കോട്ടയം നഗരസഭ ആര് ഭരിക്കുമെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് LDFും UDFും. കേരള ചരിത്രത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.